കേട്ടോ നിങ്ങൾ അദ്ദേഹം പറയുന്നത്. അംഗീകരിക്കണം, സുന്നത്ത് അംഗീകരിക്കണം, അതോടൊപ്പം തന്നെ സഹാബത്തിനെയും അംഗീകരിക്കണമെന്ന് സുന്നികളല്ല പറയുന്നത്. പിന്നാരാ മുജാഹിദിന്റെ പ്രഭാഷകനായ ഹുസൈൻ സലഫി നമ്മോട് പറയാൻ പോവുകയാണ്. അദ്ദേഹം പറയട്ടെ. കാണാം فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. അവർ വിശ്വസിച്ചു എങ്കിൽ ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചു എങ്കിൽ, സഹാബാ കിറാമിന്റെ വിശ്വാസമാണുള്ളതെങ്കിൽ, സഹാബത്ത് മനസ്സിലാക്കിയതുപോലെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ, ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു. ആ മാർഗം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഖുർആനും ഹദീസും ഒക്കെ സ്വന്തമായി നോക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് ആരുടെയും വ്യാഖ്യാനം ആവശ്യമില്ല, ഞങ്ങളുടെ കയ്യിൽ ഭാഷാ ഗ്രന്ഥങ്ങളുണ്ട് എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടോ മറ്റോ ഈ യഥാർത്ഥമായ വഴിത്താരയില്ലെന്ന് ആരെങ്കിലും തിരിഞ്ഞു പോകുന്നുവെങ്കിൽ വൈൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവരെ അല്ലാഹു ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ ഒരാശയത്തിന് ആര് എതിര് പറഞ്ഞാലും, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പതിവുണ്ട്, അത് സംഘടനയുടെ നേതാവ് പറഞ്ഞാലും പണ്ഡിതന്മാര് പറഞ്ഞാലും പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമരായ സമൂഹം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സ്വഹാബാ കിറാം മനസ്സിലാക്കിയ ശരിയായ പാതയ്ക്കോ എതിരായിട്ട് ആര് പറഞ്ഞാലും അതിനെ അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഒരാളെയും അത് അന്ധമായി അനുകരിക്കുന്നില്ല, ഒരാളെയും അത് കണ്ണടച്ച് അനുകരിക്കുന്നില്ല. കണ്ണടച്ച് അനുകരിക്കാവുന്ന, അന്ധമായി അനുകരിക്കാവുന്ന ഒരൊറ്റ നേതാവേ അവർക്കുള്ളൂ, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഇങ്ങനെ പ്രമാണങ്ങളിലൂടെ തെളിഞ്ഞ ഒരു കാര്യം, പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അഥവാ പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം മനസ്സിലായി, ഹദീസുകളിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി, അതാദ്യമായി കേൾക്കും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള സഹാബത്തിൽ നിന്നൊരു കാര്യം നമുക്ക് കൃത്യമായി ബോധ്യമായി, അഭിപ്രായാന്തരമില്ലാതെ ബോധ്യമായി കഴിഞ്ഞാൽ ആ പ്രമാണങ്ങളിൽ തെളിഞ്ഞ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നതിന് പിന്നെ മുജാഹിദുകൾക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് യാതൊരു മടിയുമില്ല. അവർ നോക്കുന്നത്, വില കൽപ്പിക്കുന്നത് പ്രമാണങ്ങൾക്കാണ്. ആ പ്രമാണങ്ങളെ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഉത്തമരായ തലമുറ എന്നതാണ് അവർ വീക്ഷിക്കുന്നത്, പരിശോധിക്കുന്നത്. അതിൽ തെളിഞ്ഞ ഒരു കാര്യം പിന്നെ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഈ കൊച്ചു ബുദ്ധിയെ അള്ളാഹുവിന്റെ വഹയുകളാകുന്ന പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആ മേന്മയേക്കാൾ മനുഷ്യരുടെ ബുദ്ധിക്ക് വില കൽപ്പിക്കുന്ന ആളുകളുണ്ട് ലോകത്ത്. അഥവാ അഖിലിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാലും ശരി, സഹീഹായ ഹദീസുകളിൽ ഒരു കാര്യം വന്നാലും ശരി, അതെന്റെ ബുദ്ധി അംഗീകരിക്കണം, എന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടണം. എന്റെ ബുദ്ധിക്ക് 100% അംഗീകരിച്ചാലല്ലാതെ ഖുർആനിലുള്ള കാര്യം ഞാൻ അംഗീകരിക്കില്ല. അതിന്റെ ബുദ്ധിക്കൊപ്പിച്ചുകൊണ്ട് ഞാൻ ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത, ഇങ്ങനെ ബുദ്ധിക്ക് വഹീനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പ്രവണത ലോകത്ത് പിഴച്ച കക്ഷികളിൽ കാണുന്നുണ്ട്. ആ ആദർശത്തെ ശക്തമായി എതിർക്കുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നത് എന്ന് ആമുഖമായി എന്റെ സഹോദരന്മാര് സഹോദരിമാർ വളരെ കൃത്യമായി ഇവിടെയുള്ള സമസ്തക്കാർക്കും എല്ലാവർക്കും അറിയാം. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കക്കുംപടി വരെ ഇട്ട് കാണിച്ചത്. അപ്പോ ഖുർആനും സുന്നത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ കൃത്യമായ രൂപത്തിൽ ഉൾക്കൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. പടച്ചതമ്പുരാൻ അവരെയും തൃപ്തിപ്പെട്ടതായി അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. അപ്പൊ ആ ഉത്തമരായ തലമുറ ആണ് യഥാർത്ഥത്തിൽ ഫിർഖത്തുൻ നാജിയ, വിജയിച്ച കക്ഷി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവരെ പിൻപറ്റുന്ന ആളുകളാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് എക്കാലത്തും ധൈര്യസമേതം ഞങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടാകുമെന്ത്, എന്നാ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതേ ലേബിളിൽ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ
പല കാര്യങ്ങളും ഇവിടെ നിഷേധിച്ചതിട്ടല്ലോ, എന്നിട്ട് പിന്നെ രണ്ടാമത് സമ്മതിച്ചതിട്ടല്ലോ, അതേപോലെ തന്നെ ഹദീസുകളെ കളിയാക്കുന്നതിട്ടല്ലോ എന്നൊക്കെ പറയാനുണ്ടാവും. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ രൂപീകരണ കാലഘട്ടം മുതൽ എഴുതപ്പെട്ട കൃത്യമായ അജണ്ട അത് 1924 തന്നെ ഐക്യസംഘം ഒരു പണ്ഡിത സംഘടനയായി ഇവിടെ രൂപീകരിക്കപ്പെടുമ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ലേബിലാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന ഇവിടെ രൂപീകരിച്ചത്. പക്ഷേ ആ പണ്ഡിത സംഘടനയിൽ നിന്ന്, അതിന്റെ കൃത്യമായ താല്പര്യങ്ങളിൽ നിന്ന് എക്കാലത്തും ആളുകൾ ഓരോ കാലഘട്ടത്തിലും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന വാല് ചേർത്തുകൊണ്ട് ഈ 1926 പിളർന്നു പോയത് ഈ മാതൃസംഘടനയിൽ നിന്നാണ്. ആര്? ഇന്നത്തെ സമസ്തക്കാര്. 1924 ഇവിടെ പണ്ഡിതോചിതമായി കൃത്യമായ രൂപത്തിൽ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുത്ത് ആ അഹ്ലുസുന്നത്തിന്റെ ആദർശം കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുവാൻ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരുമിച്ച് ചേർന്ന് എടുത്ത ആ തറവാട്ടിൽ നിന്ന്, ഒരുമിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്ന് 1926 അതിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സർവമാന അന്ധവിശ്വാസങ്ങളെയും ഊട്ടിയുറപ്പിക്കുവാനും അതുമൂലം പാമരായ ജനങ്ങളെ മുഖം വെച്ച് ജീവിക്കുവാനും ആഗ്രഹിച്ച ചില തൽപര കക്ഷികൾ, ചില അട്ടിപ്രയരായ ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ പുതിയ സംഘടന ഉണ്ടാക്കി പുറത്തുപോയി. അപ്പൊ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കണിശതയിൽ നിന്ന് താങ്ങാൻ കഴിയാതെ, അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയവരാണ്. എന്ന കാലം കുറച്ച് മുന്നോട്ട് പോയപ്പോ വീണ്ടും പുതിയ വാദങ്ങളുമായി, രാഷ്ട്രീയത്തിൽ ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പുതിയ വാദങ്ങളുമായി, മതത്തിന്റെ ചിഹ്നങ്ങളെ പോലും മാറ്റി തിരിച്ചുകൊണ്ട് ചില ആളുകൾ വന്നു. അവരും ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ അറിയപ്പെട്ടു, അവരും പോയി. അതിന്റെ ശേഷം പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നമുക്കറിയാം, ഹദീസുകളെയും മുഇസ്സത്തുകളെയും ഒക്കെ നിഷേധിച്ചുകൊണ്ട് ചില ആളുകൾ കടന്നു വന്നു. ചേകന്നൂരിനെ പോലെ, CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകൾ വന്നു. അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലരായ നേതാക്കന്മാർ തൂലികയുന്തി അവർക്കെതിരിൽ ശക്തമായി സംസാരിച്ചു. അവർക്കെതിരിൽ അത് പുതിയൊരു വാദമല്ല. കാരണം ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചില ആശയങ്ങളൊക്കെ 80 കൊല്ലം മുമ്പ് നിഷേധിച്ചത് ഇപ്പൊ അംഗീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലുമല്ല സഹോദരങ്ങളെ. സിഹിറിന്റെ വിഷയം എടുത്തോളൂ, മന്ത്രത്തിന്റെ വിഷയം എടുത്തോളൂ, ഹദീസിന്റെ പ്രാമാണികത എടുത്തോളൂ, ഏതിലും ഞങ്ങൾക്ക് കൃത്യമായ പാരമ്പര്യമുണ്ട്. അത് 19 കൊല്ലം മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രൂപീകരണ കാലം മുതൽ തന്നെ അതിന്റെ സ്വാത്വികരായ നേതാക്കന്മാർ വ്യക്തമായി എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പിളർപ്പ് ഇവിടെ അടുത്തേ നടന്നിട്ടുള്ളൂ. പക്ഷെ അതിന്റെ മുമ്പേ ആധികാരികമായി ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 1-2 കാര്യങ്ങൾ ഞാൻ ഈ വിഷയത്തിൽ ഉദ്ധരിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. 1972 ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയിട്ടുള്ള അൽമനാർ. 1972 എന്ന് പറഞ്ഞ എപ്പോഴാ? 82, 92, 2002, പിന്നെ ഇതില് 38 കൊല്ലം മുമ്പ്. വാദം ഏതായാലും നിങ്ങൾ പാരമ്പര്യമായിട്ട് അംഗീകരിക്കൂലേ? പുതിയ വാദം എന്ന് പറയില്ലല്ലോ. കേട്ടോളൂ. സഹീഹുൽ ബുഖാരിയുടെ പ്രാമാണികതയെ സംബന്ധിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും അതിനെ നിഷേധിച്ചുകൊണ്ട് പുറത്തുപോയ ആളുകൾക്ക് കൊടുത്ത മറുപടിയും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ സഹോദരങ്ങളെ. യുക്തിക്ക് നിരക്കാത്തതിന്റെ പേരിൽ സിഹിർ അടക്കം സഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസുകളെ തള്ളിയ വ്യക്തിയായിരുന്നു CN അഹമ്മദ് മൗലവി. നമുക്കൊക്കെ അറിയാം. ആ അഹമ്മദ് മൗലവിക്ക് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ കൊടുത്ത മറുപടിയാണ് വായിക്കുന്നത്. കേട്ടോളൂ. സഹീഹുൽ ബുഖാരിയെ പറ്റി ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. എല്ലാം ഈയിടെ പൊങ്ങി വന്നവ യുക്തിയുടെ പേരിൽ സ്വന്തം അഭിപ്രായങ്ങൾക്കും തോന്നലുകൾക്കും യോജിക്കാത്തതെല്ലാം തള്ളിപ്പറയുന്ന കുൽസിത ബുദ്ധികൾ